എന്നെ കെട്ടിച്ചു വിടാൻ പോവാ. പെണ്ണ് വീട്ടിൽ നിന്ന് പേരുദോഷം കേൾപ്പിക്കാതിരിക്കാൻ അമ്മയുടെ വക ഓപ്പറേഷൻ. നിഖിലേട്ടനെ അവർ ആലോചിക്കുന്നു. ഒരു വലിയ ഇഷ്ടം ഇപ്പൊ എനിക്കുണ്ട്. ഞാൻ ആരോടാ ചാറ്റ് ചെയ്തോണ്ടിരുന്നേന്ന് അറിയോ? നിഖിൽ, എല്ലാം ഫേസ് ചെയ്യാൻ നീ റെഡിയാണോ? എന്തിനും റെഡിയാണ്. ഞാൻ എല്ലാം മറന്ന് അങ്ങനെ ചെയ്താൽ തന്നെ അത് എന്നെ മാത്രം ആവില്ല ഹേർട്ട് ചെയ്യുക, മീനാക്ഷി കൂടിയായിരിക്കും. മീനാക്ഷിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് നിഖിലേട്ടനെ. എന്തോ നീ പറഞ്ഞേ? അതെ, അത്രയ്ക്ക് ഇഷ്ടമാണ് നിഖിലേട്ടനെ അവൾക്ക്. കൊള്ളാം, പിള്ളേർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു എന്ന് കണ്ടപ്പോൾ കാണിക്കുന്നു കണ്ടില്ലേ? ഇതായിരുന്നോ നിന്റെ മൊബൈലും ലാപ്ടോപ്പും വെച്ചുള്ള രാപകലില്ലാത്ത പഠിത്തം? അമ്മ ഞാനൊന്ന് പറഞ്ഞോട്ടെ. മിണ്ടരുത് നീ. മാലോകരം മുഴുവൻ പറഞ്ഞു നടന്നു ശ്രീദേവി മോളെ കെട്ടഴിച്ചു വിട്ടിരിക്കാന്ന്. പക്ഷെ എനിക്ക് വിശ്വാസമായിരുന്നു എന്റെ കൊച്ചു തലതിരിഞ്ഞു പോയില്ലെന്ന്. അപ്പോ നീ ചിറ്റേ, ഒരാളെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നതാണോ ഇത്ര വലിയ തെറ്റ്? ചില ഇഷ്ടങ്ങൾ തെറ്റാ. അത് മനസ്സിലാക്കാനുള്ള പ്രായവും പ്രാപ്തിയും രണ്ടുപേർക്കും ഉണ്ടെന്നാ ഞാൻ കരുതിയത്. പക്ഷേ നിനക്കറിയില്ല മോളെ, എന്തൊക്കെ കേട്ടും കേൾക്കാതെയും ഞാൻ ഈ കൊച്ചിനെ കൊണ്ട് ഇവിടെ ജീവിച്ചേന്ന്. കയ്യും കലാശവും കാണിച്ച് വലിയ വീട്ടിലെ കൊച്ചിനെ മയക്കാൻ മോളെ പറഞ്ഞു വിട്ടു എന്ന് വരെ പറയും. അങ്ങനെ നാട്ടുകാർ പറയുന്ന നീ എന്നെ കൊണ്ട് കേൾപ്പിക്കും മീനു. നാട്ടുകാർക്കോ വീട്ടുകാർക്കോ കണ്ടൂടാ. ആകെ കൂടെ ഉള്ളത് മഹിയേട്ടന. ഇപ്പൊ എന്നെ മഹിയേട്ടനൊക്കെ കൊലയ്ക്ക് കൊടുക്കുക നിങ്ങള്. ഇത് ഞാൻ സമ്മതിക്കില്ല. ചിറ്റേ 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 ഇങ്ങനെ പറയരുത്. ഇത് കേൾക്കുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിച്ച 1 or 2 പേരേ ഉള്ളൂ. അതിലൊരാൾ ചിറ്റയാ. എന്നിട്ടിപ്പോൾ ചിറ്റയും. അപ്പോ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. നിങ്ങൾ കാണുന്നതല്ല ജീവിതം. പക്ഷെ ഞങ്ങളുടെ മനസ്സ് ഞങ്ങൾക്കിനി മാറ്റാൻ പറ്റില്ല. ചിറ്റയെങ്കിലും അത് മനസ്സിലാക്കണം. നിഖിൽ എവിടെയുണ്ട് ഇപ്പോ? അമ്മായി, ഞാൻ അങ്ങോട്ട് വിളിക്കണം എന്ന് വെച്ചതാ, പക്ഷെ പറ്റിയില്ല. അമ്മാവനെ വിളിച്ചിട്ട് കിട്ടിയില്ല. അവിടെ അവാർഡിന്റെ അടിച്ചുപൊളിയാണല്ലേ. ഞാൻ അമ്മാവനെ ഒരു ടെക്സ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. അവാർഡിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, നീ എന്നാ ഇനി നാട്ടിലേക്ക് അത് പറ. അയ്യോ അമ്മായി, ഇവിടെ അടിമപ്പണിയല്ലേ, നോക്കണം. ഒരു മിഡ് ഓഫ് നെക്സ്റ്റ് മന്ത് അങ്ങനെയാ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അയ്യോടാ, അത്രയ്ക്കൊന്നും താമസിക്കാൻ പറ്റൂല. നീ ഇത്ര നേരത്തെ ഇങ്ങ് കയറിപ്പോരെ. ഞങ്ങളിവിടെ കുറെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. എന്ത് കാര്യം? അതൊക്കെ ഉണ്ട്. അവള് പിന്നെ എന്നോടൊന്നും പറയത്തില്ലല്ലോ. ഞങ്ങള് തമ്മിൽ 3-ാം നാളാണല്ലോ. എന്താ അമ്മായി, തെളിച്ചു പറ, എനിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല. ഇനി ഒളിച്ചുകളിയൊന്നും വേണ്ട. അപ്പുന്റെയും നിന്റെയും കാര്യമാ. അവക്ക് ഇത്തിരി പിടിവാശിയും ബഹളമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. അവൾ ഉള്ളിൽ പാവാ. നമുക്ക് ചിലർക്കല്ലേ അത് അറിയത്തുള്ളൂ.
അമ്മാവിക്ക് എന്നും പേടിയതായിരുന്നു. പുറത്തുനിന്നെങ്ങാനും ഒരു ചെക്കൻ വന്നാ അവിടെ സ്വഭാവത്തിന് അതങ്ങോട്ട് ശരിയാവത്തില്ല. നീയാവുമ്പോ അമ്മാവിക്ക് അതൊരു ഉറപ്പാ, ഒരു മനസമാധാനാ. അയ്യോ അമ്മായി, അതിന് നോക്കുമോനെ, നാളും പൊരുത്തമൊക്കെ പണ്ടേ ഞാനൊന്ന് നോക്കി വെച്ചിട്ടുള്ളതാ. 8 പൊരുത്തം, അത് തന്നെ ധാരാളം. പിന്നെ ഉറപ്പിന് ഞങ്ങളുടെ ഓഫീസിൽ ഒരു സാറുണ്ട്. പുള്ളി ഭയങ്കര എക്സ്പെർട്ടാ. അങ്ങേരും ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനാ പറയുന്നേ. അമ്മായി, എനിക്ക് ഓഫീസിൽ നിന്ന് ഒരു കോളുണ്ട്, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഇനി നീ വിളിക്കുകയും പറയൊന്നും വേണ്ട. നീ പെട്ടെന്ന് ഇങ്ങ് വന്നാ മതി. ഒരു 2 ദിവസത്തിനുള്ളിൽ ഇങ്ങ് എത്തിയേക്കണം. ഓക്കെ, ശരി അമ്മായി, ബൈ. ശരി മോനെ. ഹലോ. ആ മഹിയേട്ടാ, ആ എവിടെയാ? അവിടെ തന്നെ ആയിരിക്കുമല്ലേ? ഇറങ്ങിയില്ല. ഞാൻ പറഞ്ഞതല്ലേ അവിടെ കഥയും കാര്യവും പറഞ്ഞോണ്ടിരിക്കണ്ടെന്ന്. എന്നിട്ട് എന്തായി? ശ്രീദേവിയും മീനാക്ഷിയും കൂടെ അകത്ത് സംസാരിക്കുക. ആ പിന്നെ ഞാൻ നമ്മുടെ നിഖിലിനെ വിളിച്ചിരുന്നു. എന്നിട്ട് അവൻ കുറച്ച് തിരക്കിലായിരുന്നു. ഞാൻ കാര്യം പറഞ്ഞപ്പോ 2 ദിവസത്തിനുള്ളിൽ എത്താമെന്നാ പറഞ്ഞു. നിഖിലിന്റെ സംസാരം കേട്ടിട്ട് നിനക്കെന്ത് തോന്നി? അവന് വളരെ സന്തോഷാ. എതിർപ്പൊന്നും തോന്നിയില്ലേ? ഏയ്, അവന് ഒരു എതിർപ്പില്ലാന്നേ. ആ പിന്നെ മഹിയേട്ടൻ ഇങ്ങ് പോന്നേക്ക്, നിർമ്മലടുത്തി വരും. നമുക്ക് ആ ഡേറ്റ് സമയമൊക്കെ ഒന്ന് നോക്കി വെക്കണ്ടേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ താമസിപ്പിക്കല്ലേ, വേഗം ഇങ്ങ് പോരെ. നിഖിലിന്റെ കാര്യത്തിൽ രണ്ടിലൊന്നറിയണം. മഹിയേട്ടൻ താഴെ കാത്തിരിക്കുന്നത് അതിനാ. പക്ഷെ ഇവിടെ നിങ്ങളുടെ മനസ്സിരിപ്പ് ഇതൊക്കെയാണെന്ന് അറിയുമ്പോഴേ ഇപ്പൊ വല്യച്ഛനൊന്നും അറിയാതിരിക്കുന്നതാ നല്ലത്. ആ അല്ലേലും എങ്ങനെ അറിയിക്കും? എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. നിങ്ങൾ പറയോ? നിഖിലേട്ടന്റെ ഒരു സ്റ്റാൻഡ് എന്താണെന്ന് അറിയണം. അല്ലാതെ നമ്മളിപ്പോ എന്ത് പറയുന്നതോ അപകട അല്ലേ മീനു? നിഖിലേട്ടൻ കൂടെ നിന്നാ എല്ലാം ശരിയാവും. അങ്ങനെ അവൻ നിൽക്കൂന്നുള്ളത് നിന്റെ ആഗ്രഹമാ. മറിച്ചു ആയിക്കൂടെ? എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ? എന്തായാലും മഹിയേട്ടനെ ഇപ്പൊ ഒന്നും അറിയിക്കണ്ട, അതാ നല്ലത്. വാ, താഴോട്ട് പോവും. വാ രണ്ടും വാ. അച്ഛാ, അച്ഛൻ ഇങ്ങോട്ട് വരാൻ ഇരിക്കുവായിരുന്നെങ്കിൽ എനിക്കും കൂടെ വരായിരുന്നല്ലോ. അത് തന്നെയാ എനിക്കും പറയാനുള്ളത്. അച്ഛൻ ഇപ്പൊ കംപ്ലീറ്റ് അമ്മയുടെ ആളായിട്ട് നടക്കുമല്ലേ? എനിക്ക് വിശ്വാസമില്ല. വല്യച്ഛ, അതാ പറയാഞ്ഞത്. ഇപ്പൊ വിളിച്ചിരുന്നു ഭദ്ര. പറഞ്ഞോ ഞാനിവിടെ ഉണ്ടെന്ന്? ഇല്ല ഇല്ല, നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല. അമ്മയും മോളും കൂടെ വാളെടുത്താലേ പിന്നെ എനിക്ക് ആ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. എന്തായി മോളെ? ഒന്നും ആയില്ല. സ്പൈ വർക്കിന് ഇറങ്ങിയതല്ലേ, ഞാൻ അറിഞ്ഞു. ഭദ്ര നിഖിലിനെ വിളിച്ചിരുന്നു. അവൻ 2 ദിവസത്തിനുള്ളിൽ ഇങ്ങോട്ട് വരുമെന്നാ പറഞ്ഞേ. ആ നിഖിൽ വരട്ടെ, വന്നിട്ട് തീരുമാനിക്കാമെന്നാ പറഞ്ഞേ. പക്ഷെ ഭദ്ര അവിടെ തീയതിയും സമയമൊക്കെ കുറിക്കാൻ തുടങ്ങി. അത് പിന്നെ ഭദ്രേച്ചിയുടെ ഒരു രീതി അതാണല്ലോ. എനിക്കറിയാം. വീഡിയോ കോൺഫറൻസ് ആയിട്ട് കല്യാണം നടത്താൻ പറ്റുമായിരുന്നെങ്കിലേ അമ്മ ഇപ്പൊ എന്റെ കല്യാണം കൂടി അങ്ങ് നടത്തിയാനെ. വാ മീനു, വാ. എന്താ ശ്രീദേവി? ഒന്നും അങ്ങോട്ട് വിട്ടു പറയുന്നില്ല മഹിയേട്ട. എന്തായാലും നിഖിൽ വരുവാണല്ലോ. വന്നിട്ട് മതി ഇനി ബാക്കി കാര്യങ്ങൾ. എന്നാൽ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ. ആ
ഇതിപ്പോ ഈ 2 തീയതിയും നല്ലതാ. 27ഓ 18ഓ അതിലേത് വേണമെന്ന് തീരുമാനിച്ചാൽ മതിയെന്നാ സാറ് പറഞ്ഞു. 27 ആവുമ്പോ സൺഡേയാ. എല്ലാവർക്കും വരാൻ സൗകര്യ. അത് തന്നെ നല്ലത്. അതെ, ഞാൻ പുള്ളിക്കാരോടൊന്ന് ചോദിക്കട്ടെ, എന്നിട്ട് പറയാം. ജൂഡേ വാ. ജൂടുള്ളത് കൊണ്ട് കാര്യം നടന്നു, ഇല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടെന്നെ. സ്റ്റോർ റൂമിലേക്ക് വെച്ചേരെ. അമ്പലത്തിൽ നിന്ന് വഴിപാട് കൊണ്ടുവന്നോ? അതാ വാങ്ങിയിട്ടുണ്ട്. അതെ, ശരി. ഏതാ ഈ കൊച്ചൻ? ചേട്ടത്തിക്ക് അവനെ അറിയില്ലേ? ഇല്ല. മഹിയേട്ടന്റെ കൂടെ നിൽക്കുന്നതാ സംഗീതം പഠിക്കാൻ. മിടുക്കനാ. പാട്ടും ഇവിടെ വരാറുണ്ട് എപ്പോഴും. എനിക്ക് വലിയ സഹായ. എന്ത് പറഞ്ഞാലും ചെയ്തോളും. ക്രിസ്ത്യാനിയാ. ക്രിസ്ത്യാനിയോ? എന്നിട്ടാണോ ഈ അമ്പലത്തിലേക്കൊക്കെ പറഞ്ഞു വിട്ടത്? അതിനെന്താ ചേച്ചി, ഈശ്വരഭക്തിയുള്ള കൊച്ചനാ. എവിടെയുള്ളതാ? മ്യൂസിക് ഷോപ്പില് തബല നന്നാക്കുന്ന സേവിച്ചനില്ലേ, അയാളുടെ ചേട്ടന്റെ മോനാ. തന്തയും തള്ളയും പണ്ടേ മരിച്ചുപോയി. ഇപ്പൊ അയാളുടെ സംരക്ഷണയിലാ. മൂത്തവരെണ്ണമുണ്ട്, ഒരു പെണ്ണ്, മിടിക്കുക, വലിയ വക്കീലാ. ആന്റി എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട്. ആ പച്ചക്കറി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണോ? വേണ്ട വേണ്ട, ഞാൻ നോക്കിക്കോളാം. ജൂഡേ, എന്തെങ്കിലും ജോലി വേല എന്ന് പറഞ്ഞ് എങ്ങോട്ടും പൊയ്ക്കളയരുത്. എന്തെങ്കിലും സഹായത്തിന് നിങ്ങളൊക്കെ തന്നെ വേണം. നമ്മുടെ അപ്പുവിന്റെ കല്യാണേ ഏകദേശം ഫിക്സ് ചെയ്തു. ഏട്ടന്റെ മോൻ നിഖില്. ജൂഡിനെ അറിയാലോ. തീയതിയും കാര്യം സംസാരിക്കാനാ ഏട്ടത്തി ഇപ്പൊ വന്നിരിക്കുന്നത്. താലികെട്ട് ഗുരുവായൂർ വെച്ചാക്കിയാലോ എന്ന് ഒരു ചിന്ത. പണ്ടെങ്ങാണ്ടോ പറഞ്ഞതാ. പറ്റുമെങ്കിൽ നോക്കാം, അല്ലേ ഏട്ടത്തി? അയ്യോ, അവിടെ വലിയ തിരക്കായിരിക്കും. എന്നാലും ഞാൻ മൂന്തേട്ടനോട് പറഞ്ഞൊന്ന് അന്വേഷിപ്പിക്കാം. നോക്കട്ടെ, എന്നാലും പാടാ. എന്നാ ജൂഡ് പൊയ്ക്കോ. ജൂഡേ, ഒരു കാര്യം കൂടെ. നമ്മുടെ അപ്പുവിന്റെ റൂമില് ട്യൂബ് ലൈറ്റ് പോയി കിടക്കാം. അതൊന്നും മാറ്റിയിടണേ. പുതിയ ട്യൂബ് വാങ്ങി ഇവിടെ വച്ചിട്ടുണ്ട്, മുകളിലെ മുറി. അതൊന്നും മാറ്റിയിടണേ. ജൂഡേ, ജൂഡേ. കഴിഞ്ഞ ആന്റി. എന്തു പറ്റി? ഒന്നുമില്ല, കണ്ണില് പൊടി പോയി. സൂക്ഷിക്കണ്ടേ? ഒന്ന് നിന്നേ. ദാ ഈ പൈസയും വെച്ചോ. എന്തിനാ ആന്റി? പെട്രോൾ അടിക്കാനാ. വെച്ചോ. വേണ്ട, സാരമില്ല. നമ്മുടെ അപ്പുവിനെ പൂട്ടാൻ തീരുമാനിച്ചു. അവളുടെ കല്യാണോ? സേവിച്ചായ ജൂഡുണ്ടോ? ഞാൻ ആരുടെ കൂടെ നടന്നാ നിനക്കെന്താ? നിന്റെ കാര്യങ്ങളൊക്കെ ഒരു വഴിക്ക് സ്മൂത്ത് ആയിട്ട് നടക്കുന്നുണ്ടല്ലോ. താനെന്താ ഇപ്പൊ ഇവിടെ? അത് ഞാൻ ഇന്ന് വൈകുന്നേരം നമുക്ക് ഇരിക്കാമല്ലോ. ഞാൻ അങ്ങോട്ട് വരാം. ചെയ്ത സാധനം കൊടുത്തോ? കൊടുത്തു. പിന്നെ താൻ അറിഞ്ഞില്ലേ, നമ്മുടെ അപ്പുവിനെ പൂട്ടാൻ തീരുമാനിച്ചു. അവളുടെ കല്യാണോ? എല്ലാ ഇടിപിടിയും തരുന്നു. അമ്മയുടെ മകളുടെ ഏർപ്പാടാ. ഞാൻ കാര്യങ്ങൾ അറിയുന്ന ഇപ്പോഴാ. പിന്നെ എനിക്ക് തന്നോടൊരു റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ. തൻ്റെ ഒരു പെർഫോമൻസ് വേണം റിസപ്ഷന്. എന്താ, തനിക്ക് സമ്മതമല്ലേ? എടോ, വലിയ പല സിംഹങ്ങളും വരുന്ന ചടങ്ങാ. തനിക്ക് വലിയ എക്സ്പോഷറാ. ഒരല്പസ്വല്പം സെൽഫ് മാർക്കറ്റിംഗ് ഒക്കെ ആകാവിടോ. ഇല്ലെങ്കിൽ താൻ എന്നെ പോലെ ആയിപ്പോവും. എന്നാ പിന്നെ താൻ വിട്ടോ.
ഞാനങ്ങ് എത്തിക്കോളാം. സേവിച്ചായ ജൂഡുണ്ടോ? ഇല്ല, ഇവിടെ വന്നായിരുന്നു. മോടെ വീട്ടിലോട്ട് വന്നായിരുന്നല്ലോ, കണ്ടില്ലായിരുന്നോ? ഇല്ല. എന്താ മോളെ? ഒന്നുമില്ല, ഇപ്പൊ വരുമായിരിക്കും. ഓ, എവിടെയായിരുന്നു? നീ എന്താ വിളിച്ചിട്ടെടുക്കാഞ്ഞ്? എടുത്തില്ല, എടുക്കാൻ തോന്നിയില്ല. ഞാൻ ആ സന്ദീപിനെയൊക്കെ വിളിച്ചു. നീ ക്ലാസ്സിലേ ചെന്നിട്ടില്ലെന്നാണല്ലോ പറഞ്ഞത്. ഇവിടെ കുറച്ച് പണിയുണ്ടായിരുന്നു. എന്തോ ഇത് ഒരു ഒടക്കിലായോ? ചുമ്മാ വായി നോക്കി കറങ്ങി നടന്നു കാണും. എന്നിട്ട് നമ്മുടെ മെക്കെട്ട് കയറുന്ന കണ്ടില്ലേ? നിന്റെ ആ പാട്ടുകാരി കുട്ടിയില്ലേ, ഒരു ശ്രേയാഘോഷൽ, എന്തോ അവളുടെ പേര്, ആ നേഹ, അവളുടെ കൂടെ ആയിരിക്കും ഇപ്പൊ കറക്കം. ഞാൻ ആരുടെ കൂടെ നടന്നാൽ നിനക്കെന്താ? നിന്റെ കാര്യങ്ങളൊക്കെ ഒരു വഴിക്ക് സ്മൂത്ത് ആയിട്ട് നടക്കുന്നുണ്ടല്ലോ. ഞാൻ അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു പോകുന്നു. നീ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ മോനെ. അങ്ങനെ ഇങ്ങനെയൊന്നും ഈ കുരിശ് നിന്റെ തോളത്തുനിന്ന് പോവത്തില്ല, നിന്നെയും കൊണ്ടേ പോവും. ഞാൻ ആരുടെ കൂടെ നടന്നാൽ നിനക്കെന്താ? നിന്റെ കാര്യങ്ങളൊക്കെ ഒരു വഴിക്ക് സ്മൂത്ത് ആയിട്ട് നടക്കുന്നുണ്ടല്ലോ. നീ വീട്ടിൽ പോയോ? പോയില്ലേ? ആ, പോയി. കാണേണ്ടതൊക്കെ കണ്ടു, അറിയേണ്ടതൊക്കെ അറിയും ചെയ്തു. അമ്മ കയറി തീരുമാനിച്ചതാ. ഇപ്പൊ എന്ത് ചെയ്യാനാ? അമ്മാവൻ സമ്മതിക്കുമെന്ന് വിചാരിച്ചതല്ല. ഇതിപ്പോ സംഗതി കയറി സീരിയസ് ആയി. ഇത്രയ്ക്കൊന്നും ഞാനും വിചാരിച്ചില്ല. ഹാ, നിന്നോട് സമാധാനമായിട്ട് കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യാന്ന് കരുതിയതാ. ഇതിപ്പോ നീ ഇങ്ങനെ അറിഞ്ഞ സ്ഥിതിക്ക് ചിങ്ങത്തിൽ തന്നെ വേണമെന്നൊക്കെയാ. ഈ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടേ. എനിക്കൊന്നും അങ്ങോട്ട് കയറി പറയാനും പറ്റുന്നില്ല. നിനക്കൊന്നും ചോദിക്കാൻ പറ്റില്ല അല്ലേ? പൊടിമോനെ, എന്താ അവിടെ ഒരു ശബ്ദം? ഒന്നും പറയാതെ എല്ലാത്തിനും നീ അങ്ങ് നിന്ന് കൊടുത്തല്ലോ.
വാ ഇങ്ങോട്ട്. ശ്ശെ. വരാൻ. വിട്. ഛെ. നടക്കിങ്ങോട്ട്. ശ്ശോ. ഞാൻ പറഞ്ഞല്ലേ നിന്നോട് ഒന്നും വേണ്ടാന്ന്. മനസ്സിൽ അത്ര ആഗ്രഹം ഉണ്ടായിട്ടും എല്ലാം അടക്കി പിടിച്ച് ഞാൻ പറഞ്ഞല്ലേ പല ആവൃത്തി വേണ്ട വേണ്ടാന്ന്. എന്നിട്ടും നിന്റെ ഒരാളുടെ മാത്രം നിർബന്ധം, വാശി. പക്ഷെ ഇപ്പൊ ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും ഏറെ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അങ്ങനെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി ഞാൻ. പക്ഷെ നീ എന്നെ ചീറ്റ് ചെയ്തു. നീ എന്നെ ചീറ്റ് ചെയ്യായിരുന്നു. എടാ അച്ചായ, നീ എന്താ വിചാരിച്ചേ? ഞാൻ അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു പോകുന്നു? നീ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ മോനെ. അങ്ങനെ ഇങ്ങനെയൊന്നും ഈ കുരിശ് നിന്റെ തോളത്തുനിന്ന് പോവത്തില്ല, നിന്നെയും കൊണ്ടേ പോവും. നീ വിട്ടെ. നീ എവിടെ പോയാലും എന്ത് ചെയ്താലും ഞാൻ കാണും നിന്റെ കൂടെ. ഇതേ ലൈഫ് ലോങ് കുരിശാ മോനെ. നീ വിട്ടെ. 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കാന്നുള്ള വ്യാമോഹമൊന്നും വേണ്ട കേട്ടോ. നോ, യു ആർ ലൈങ്. നിനക്കതറിയാം. നിനക്കങ്ങനെ തോന്നുന്നുണ്ടോ ഞാൻ കള്ളം പറയുവാണെന്ന്? ഇപ്പൊ അമ്മയും അമ്മാവനും ഇവിടെ തിരക്ക് കൂട്ടുന്ന കണ്ടിട്ടാണോ ഈ ടെൻഷൻ? അതൊക്കെ അമ്മയുടെ മാത്രം പ്ലാനിങ്ങാ, അമ്മയുടെ മാത്രം ആഗ്രഹങ്ങളാ. പക്ഷേ നമ്മുടെ ആഗ്രഹം നമ്മുടെ പ്ലാനിങ് അനുസരിച്ച് മാത്രല്ലേ. അല്ലാതെ AR റഹ്മാന് വേറെ വല്ല ഓസ്കാറിലും നോട്ടൊന്നുമില്ലല്ലോ. നീ വിട്ടെ. അങ്ങനെ വല്ല നോട്ടം ഉണ്ടെങ്കിൽ മോനെ കൊന്നു കളയും നിന്നെ ഞാൻ. പിന്നെ നിനക്ക് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത്? അതൊക്കെ സർപ്രൈസാ, എന്റെ ബാഗിലാ, ഞാൻ എടുത്തിട്ട് വരാം. ജൂഡേ, ആ ജൂഡേ, മാഷേ, നമ്മൾ നിർത്തിയത് എവിടെയാ? എന്താ മറന്നുപോയോ? സെക്കൻഡ് BGM സ്ട്രിംഗ് പോർഷനാ. കീബോർഡ് എടുത്തു വെക്ക്. ആ പിയാനോയുടെ പോർഷൻ അതൊന്നുകൂടെ ചെക്ക് ചെയ്യണം. ടെമ്പോ എത്രയായിരുന്നു? 129. മാഷേ, ആ നോട്ട് A ഫ്ലാറ്റ് ആയിപ്പോയി. ഷാർപ്പാവണമായിരുന്നു. ഷാർപ്പ് ആവണമായിരുന്നു അല്ലേ? തുടക്കം മുതൽ ശ്രദ്ധിക്കണമായിരുന്നു, പക്ഷെ ശ്രദ്ധിച്ചില്ല.